അമ്പാനെ ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും, അതാണ് ശീലം. എന്താണെന്നല്ലേ ഈ ദൃശ്യം ഒന്ന് കണ്ടേ. ഇക്കഴിഞ്ഞ ഡിസംബർ 24 വടകര താലൂക്കിലെ കരുതലും കൈത്താങ്ങുമെന്ന പരാതി പരിഹാര അദാലത്തിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ നാദാപുരം സ്വദേശിയായ അശോകന്റെ ദുരിതാവസ്ഥ. ഒരു മുച്ചക്ര വാഹനത്തിന് വേണ്ടി കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് 7 വർഷം. മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ഈ അദാലത്തിൽ പങ്കെടുത്തത്. അദ്ദേഹത്തോട് നേരിട്ട് അന്ന് വിഷമതകൾ പറഞ്ഞു. ആ വിഷമതകൾ പറഞ്ഞതിൻ്റെ വീഡിയോ ദൃശ്യം പുറത്തു വന്നിരുന്നു. അന്ന് അശോകന് ഒരു ഉറപ്പും കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാം. 7 കൊല്ലമായിട്ടൊരു വീൽ ചെയറിന് വേണ്ടി എടുക്കും. ഏത് പഞ്ചായത്തിലായാലും ഒരു മനുഷ്യനെ 7 കൊല്ലമായി നടക്കാൻ പരിഹരിക്കുന്നു. ഇവിടെയല്ല അവിടെയാ നടക്കുമ്പോൾ എനിക്കൊക്കെ നടക്കാൻ കാലില്ലല്ലോ, അല്ലാത്ത ആളല്ല. നാളെ നിങ്ങൾക്ക് ഇത് തരും. അപ്പോൾ ഉടനെ തന്നെ അത് തരും. തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എത്ര സമയം എത്രയും വേഗത്തിൽ ഇടപെടും. ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾ നമ്പർ ചെയ്യാൻ വാങ്ങുന്നുണ്ട്, നമ്മൾ നോക്കാം കേട്ടോ. അവർ ചെയ്തിട്ടില്ല, നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾ നമ്പർ ഒന്ന് കേട്ടോ, ഫോൺ നമ്പർ ഇടപെടും കേട്ടോ. നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇടപെടും. ഇനി ഇല്ല നടന്നിട്ടില്ല നമുക്ക് നേരിട്ട് തന്നെ ചെയ്യാം കേട്ടോ. കേട്ടല്ലോ, ഡിസംബർ 25 വടകരയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഉദ്യോഗസ്ഥ സമക്ഷം അതിലൊരു തീരുമാനമുണ്ടാകണം. എനിക്കും നിങ്ങൾക്കും നടക്കാൻ കാലുണ്ട്. അതില്ലാത്തൊരു മനുഷ്യൻ ആവശ്യമുന്നയിച്ച് 7 വർഷം നടക്കേണ്ടി വന്നതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കുറച്ച് പരുക്കനായി തന്നെ മന്ത്രി മറുപടി പറഞ്ഞു. ഫോൺ നമ്പർ വാങ്ങിച്ചു. ഇല്ലെങ്കിൽ നേരിട്ട് ഇടപെടാമെന്ന് അറിയിച്ചു. അതാണ് തുടക്കം പറഞ്ഞത്. അമ്പാനെ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും, അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഡിസംബർ 25 കൃത്യം 2 മാസം തികയുമ്പോൾ അശോകൻ്റെ ആഗ്രഹം സബലീകരിച്ചുകൊണ്ട് വീൽ ചെയറുമായി മന്ത്രി അദ്ദേഹത്തെ കാണാൻ നേരിട്ട് വീട്ടിലെത്തി. ആ വീൽ ചെയർ കൈമാറി. ആ നിമിഷത്തെക്കുറിച്ച് വെറുതെ വാക്കുകൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല. ദൃശ്യങ്ങളും ആ നിമിഷങ്ങളും കാണുമ്പോൾ എന്തുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മാപ്രകൾ ഇത്രയും വായ്ത്താരിയിട്ടതിന് ശേഷവും ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു എന്നതിന് ഉത്തരം കൂടിയാണ്. നമ്മളെ ഇതിൽ കുറച്ചും കൂടി സമയം എടുക്കുന്നുള്ളതുകൊണ്ട് ഇവർക്ക് വേഗം വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വിളിച്ചാൽ അത് വേഗമാക്കാൻ. അതെ അതെ അതെ, മറ്റേതല്ലാതെ നമ്മൾ സംസാരിച്ച് പക്ഷെ കുറച്ചും കൂടി സമയം വരുന്നതാണ്. അപ്പോൾ സമയം വരെ കാത്തിരിക്കാനുള്ളൊരു പ്രശ്നം പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ വണ്ടി അതെ അതെ മനസ്സിലായി. അപ്പൊ അദ്ദേഹം അറിഞ്ഞിട്ട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ. പിന്നെ അങ്ങോട്ട് പിന്നെ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയാ നമ്മള് ഇത് വേണ്ടല്ലോ, ഇതിന്റെ ആവശ്യമില്ല. കേറി ഇരുന്നിട്ട് തരാം, അതല്ലേ? പിടിച്ചോ പിടിച്ചോ.
ഇരിയാകാറുണ്ട് അല്ലേ മാറി പിടിച്ചോ MLA കൂടി ഒന്ന് നിൽക്കി പോയിക്കോട്ടെ ശരി കണ്ടോ, സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കൊപ്പമുണ്ട്. ജനസമ്പർക്കം പോലെ മണിക്കൂറുകൾ നിർത്തി 1000-2000 രൂപ കൊടുത്തുവിടുകയല്ല. എന്താണ് അവർക്ക് വേണ്ടത്, അതിന് നിയമപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അശോകൻ്റെ 7 വർഷമായിട്ട് കയറിയിറങ്ങി സർക്കാർ ഓഫീസുകളിൽ ഒരു വീൽ ചെയറിന് വേണ്ടി നടന്നിട്ട് മുട്ടാത്തർക്കങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർ മടക്കി അയച്ച വ്യക്തിയാണ്. മന്ത്രിയുടെ മുമ്പിൽ നേരിട്ട് പരാതി ബോധിപ്പിച്ചപ്പോൾ അതിന് പരിഹാരമുണ്ടായിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കുന്നത്. അല്ലാതെ താൽക്കാലികമായിട്ടൊരു സമാധാനപ്പെടുത്തലോ ഒന്ന് തൃപ്തിപ്പെടുത്തലോ അല്ല. അവരുടെ പ്രശ്നങ്ങളിൽ താൽക്കാലികമല്ല ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണമെന്നുള്ള ഇടപെടലാണ് ഈ കണ്ടത്. ഇതുപോലെ എത്രയെത്ര മനുഷ്യർ, എത്രയെത്ര അശോകന്മാർക്ക് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സാന്ത്വനമായി മാറിയിരിക്കുന്നു, അവരുടെ ജീവിതമായി മാറിയിരിക്കുന്നു, അവരുടെ ജീവിതത്തിൻ്റെ കരുതലായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ കൈത്താങ്ങായി മാറിയിരിക്കുന്നു. അതൊക്കെ കൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ പ്രചണ്ഡമായി മാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടും ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വരുമ്പോൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ജനവിധികൾ പുറത്തു വരുന്നത്. കാര്യം ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്, അവർക്ക് വേണ്ടിയാണല്ലോ ഓരോ സർക്കാരുകളും. അല്ലാതെ സ്റ്റുഡിയോ ഫ്ലോറിൽ ക്യാമറകൾക്ക് മുന്നിലിരുന്ന് തള്ളി മറിക്കുന്നവർക്ക് വേണ്ടി അല്ലല്ലോ ജനങ്ങൾ നിലകൊള്ളുന്നത്. ആ നിലയ്ക്ക് സർക്കാർ ചെയ്തു കൊടുത്ത സഹായങ്ങൾ, അതിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഗുണഫലങ്ങളൊക്കെ മനസ്സിലാകുന്നവർക്കും അനുഭവപ്പെട്ടവർക്കും മാറി ചിന്തിക്കാൻ കഴിയില്ലെന്ന്. നിങ്ങൾ ഇനിയിപ്പോൾ എത്ര വായ്ത്താരിയിട്ടാലും LDF 3.0 ലോഡഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശബ്ദങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കാനുള്ള കാര്യം ഇതുപോലുള്ള അശോകന്മാരുടെ മനസ്സിൽ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസ് എത്ര ചാരിതാർത്ഥ്യത്തോടും എത്ര സന്തോഷത്തോടും കൂടിയാണ് ആ കർത്തവ്യം നിർവഹിച്ചതെന്ന് ആ ദൃശ്യം തന്നെ നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ഇടത് സർക്കാർ. സമാനതകളില്ലാത്ത, അല്ലെങ്കിൽ മുൻപ് മാതൃകകളില്ലാത്ത തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് കഴിഞ്ഞ 10 വർഷമായി അവർ ഈ രീതിയിലാണ് നിലകൊള്ളുന്നത്. അതിനുള്ള അംഗീകാരം 2026 കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്നേ.